ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ്തറകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് സൺഡേ അല്ലേ, നല്ലൊരു ദിവസം എല്ലാവർക്കും ആദ്യം തന്നെ നേരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നമ്മൾ രാവിലെ 8:30 ആയപ്പോഴത്തേക്കും പള്ളിയിൽ പോയി ഇന്നിപ്പം വേദപാഠവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളി കഴിഞ്ഞ് ഇപ്പം തിരിച്ച് വീട്ടിലെത്തിയതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 1:30 കേട്ടോ. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നത്തെ ഉച്ചഭക്ഷണം, അതായത് അവിടുന്ന് ഓടി വന്ന് ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് 2 ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചക്ക, നമ്മുടെ പാക്കറ്റ് ചക്ക, പച്ച ചക്ക ഇങ്ങനെ അരിഞ്ഞ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചക്ക വേവിച്ചതും ഇറച്ചിക്കറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം പിള്ളേർക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1:30, ഞാൻ നേരത്തെ പറഞ്ഞത് 1:30 കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല വെയിൽ എന്ന് പറയാനില്ല കേട്ടോ. നല്ല മഴയാണ്. രാവിലെ മുതലേ നല്ല ഇടിവെട്ടി മഴയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പോലെ കർക്കിടകം പോലെ നല്ല മഴയാണ് കേട്ടോ. അതാണ്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ പറഞ്ഞ ഈ ചെടിയുണ്ടല്ലോ, ഈ പറഞ്ഞ ഈ ഒലീവ്സൊക്കെ ഉണ്ട്. കാറ്റും മഴയും കാരണം ചെറുതായിട്ട് കാറ്റുണ്ടായിരുന്നു, പക്ഷെ കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നു. അത് കാരണം ഒന്ന് ചെരിയൊക്കെ ചെയ്തു കേട്ടോ. ഇതാണ്ട് നമ്മുടെ ഫ്ലോറൊക്കെ ഭയങ്കരമായിട്ട് ബൈക്കടക്കം നനഞ്ഞു കിടക്കുന്നു. അങ്ങനെ പോകുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ചക്ക നമ്മുടെ വേവിക്കാൻ വേണ്ടി നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അതായത് നിങ്ങൾക്കറിയാം ഓൾറെഡി ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ചക്ക ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ പാക്കറ്റായിട്ട് മേടിച്ചാണ്. അതിനകത്ത് കുറച്ച് ഉപ്പും പിന്നെ വെള്ളവും കൂടെ ആഡ് ചെയ്തു. കുറച്ച് വെള്ളം കേട്ടോ. പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതവിടെ ഇരുന്ന് ആകട്ടെ കേട്ടോ. അപ്പോൾ ചക്ക ഇളക്കാൻ വേണ്ടി ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തി പലകയുടെ ഉരുട്ടുന്ന സംഭവമാണ് കേട്ടോ. എല്ലാം കൂടെ ഞാൻ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ അടിച്ചു വെച്ചു കേട്ടോ. പിന്നെ ഇതിനകത്ത് കറിവേപ്പില ഇല്ല, പക്ഷേ കറിവേപ്പില എല്ലാം ഉണ്ടല്ലോ. വലിയൊരു പാക്കറ്റ് മേടിച്ചാണ്. അതെല്ലാം കൂടെ ഞാൻ ഓണത്തിൻ്റെ സദ്യ ചെറിയ രീതിയിലാണ് ആ സദ്യ ഒരുക്കിയപ്പോഴത്തേക്കും കാര്യമായിട്ട് അതിനകത്തോട്ട് അങ്ങ് ഉപയോഗിച്ചു കേട്ടോ. അതുകൊണ്ട് അതങ്ങ് തീർന്നു. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് ഇത്രയും അരിഞ്ഞാൽ മതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വിശക്കുന്നുണ്ട്. ഞാൻ വേഗം ഉണ്ടാക്കുകയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ എല്ലാവരും ജോലിയും നമ്മുടെ ബാക്ക് ടു നോർമൽ അല്ലേ, ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഴയ അവനവരുടെ ജോലിയിലേക്കും എല്ലാം പ്രവേശിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയാണ്. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പാടെ പള്ളിയുടെ അടുത്ത് തന്നെ അൽദി ഷോപ്പുള്ളതുകൊണ്ട് പിന്നെ അവിടെ കയറി കുറേ സാധനമൊക്കെ മേടിച്ചു. പിള്ളേർക്ക് 1 മണിയാകുമ്പോഴത്തേക്കും വിശക്കുമല്ലോ. അപ്പം അവിടുന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച് പിള്ളേർ അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇടിവിട്ട് മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ് വന്നത്. ഈ ഇടിവെട്ടിയുള്ള മഴയൊക്കെ കാണുമ്പോഴല്ലോ എനിക്ക് നമ്മുടെ പഴയ കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഞായറാഴ്ച ദിവസമൊക്കെ പള്ളിയിൽ പോയിട്ട് വേദപാഠമൊക്കെ കഴിഞ്ഞ് 2 മണിയാകും വീട്ടിൽ തിരിച്ച് പോരുമ്പോഴത്തേക്കും. അപ്പം പിന്നെ പഴയ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല വിശപ്പാണ്. വീടിൻ്റെ വാതൊക്കെ 2 കിലോമീറ്റർ ദൂരേതേ ഞാൻ മണം പിടിക്കാൻ തുടങ്ങും കേട്ടോ. അതായത് നല്ല ഞായറാഴ്ച ദിവസം നല്ല എല്ലും കപ്പ ഉണ്ടാക്കുന്ന ദിവസമല്ലേ, ഇറച്ചിയും കപ്പയും, അല്ലെങ്കിൽ ചില നാട്ടിൽ എല്ലും കപ്പയെന്നൊക്കെ പറയും. അപ്പം വീട്ടിലെത്തുമ്പോഴത്തേക്ക് വീടിൻ്റെ ഒരു 5-8 വീടുകളുടെ മുന്നേ തന്നെ എനിക്ക് വിശപ്പ് കാരണം നമുക്ക് നമ്മുടെ എല്ലും കപ്പ ഉണ്ടാക്കുന്നതിൻ്റെ നല്ല മണം കിട്ടും കേട്ടോ. പിന്നെ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടാണ്. പിന്നെ ഡാഡി മമ്മി നല്ല വാഴയില വെട്ടി അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലും കപ്പയും തിന്നുന്ന ആ ഒരു ഓർമ്മയാണ് കേട്ടോ എനിക്ക്. ഈ എന്നാ പറയണ്ടേ, നമ്മൾ ഇങ്ങനെ വല്ലപ്പോഴും എല്ലും കപ്പ അല്ലെങ്കിൽ ഈ പറഞ്ഞ് നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഇതൊന്ന് തുറന്ന് നോക്കി ഞാൻ ഒന്ന് എന്നാ പറയണ്ടേ, ഒന്ന് കുത്തി ഇളക്കുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലും കപ്പ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചക്ക വേവിച്ചൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഈ ഒരു സംഭവമാണല്ലോ ഏറ്റവും നല്ലത്. കുറച്ചും കൂടെ ഒന്ന് വേഗട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വെക്കാനുള്ള സവാളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റും കേട്ടോ.
അപ്പോൾ ഇവിടെ ഏകദേശം ഇത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവേ. ഇപ്പോൾ നമ്മുടെ അരച്ചെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പം നമ്മുടെ ഈ പറഞ്ഞ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള എല്ലാ സംഭവം ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇതായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇച്ചിരി കൂടെ കുറച്ച് നേരം കൂടെ ഇതിനകത്ത് ഇരുന്നാലേ നമ്മുടെ തീയിലിരുന്നാലേ ഇത് എല്ലാം കൂടെ ഒന്ന് പിടിക്കത്തുള്ളൂ കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ, വെളിച്ചെണ്ണ വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ കൂടെ തളിക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഒന്നാം തരം ചക്കപ്പുഴുക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ചക്ക വേവിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂക്കിയിട്ടുണ്ട്. കറിവേപ്പിലില്ല, അത് മാത്രമേ ഒരു വിഷമമുള്ളൂ കേട്ടോ. അതർവൈസ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നതല്ല, നല്ല ഉപ്പും എല്ലാം ആഡിക്കേറ്റായിട്ടുണ്ട്. ഈ ചക്കയാണെങ്കിലും നല്ല ചക്കയാണ് കേട്ടോ. നന്നായിട്ട് ചില ചക്കകളുണ്ടല്ലോ പെട്ടെന്ന് വേവിക്കുകയല്ലാത്ത, ഇത് നന്നായിട്ട് വേവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ചക്ക വേവിച്ച് കഴിക്കുന്നത് കേട്ടോ. സാധാരണ ഇനി മീൻകറിയാണ് അല്ലേ, മീൻകറിയല്ലേ കുറച്ചും കൂടെ ബെറ്റർ. മീൻ ഇരിപ്പുണ്ട്, പക്ഷെ ഉണ്ടാക്കാനുള്ള സമയക്കുറവ് കൊണ്ട് വേഗം ഇന്നലെ ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ തന്നെ ഞാൻ ഇന്ന് കറിയാക്കുകയോ ചെയ്തത് കേട്ടോ. ചിക്കനും അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ. പിന്നെ എന്നാൽ നമ്മുടെ നാട്ടിൽ ചക്കയും മീനും എന്നല്ലേ പറയുന്നത്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ മസാലയെല്ലാം മിക്സ് ചെയ്ത്, ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. അതിനകത്തോട്ട് ചിക്കനും ആഡ് ചെയ്തു കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ കാണിച്ചേക്കാം. ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ചെടി ഇത് ഓൾറെഡി വേര് പിടിച്ചാണ്. ഇനിയിപ്പോൾ ഇത് എനിക്ക് മാറ്റി നടാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ കണ്ടു നമ്മുടെ റോസ്മേരി നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി നടേണ്ട സമയമായിരുന്നു. അപ്പോൾ അതാണ് ഇത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ഷോപ്പിൽ നിന്ന് സാധാരണ റോസ്മേരിയുടെ ചെടി മേടിച്ചിട്ട് നട്ട് വെച്ചാണ്. അതിൻ്റെ കുറേ നല്ല കട്ടിയുള്ള തണ്ട് ഇത് നന്നായിട്ട് വളർന്നപ്പോഴത്തേക്ക് ഞാനുണ്ടല്ലോ ഇതിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ റോസയുടെ തണ്ടുകളും വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേര് പിടിക്കും കേട്ടോ, അന്നേരത്തേക്ക് മാറ്റി നടാനാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറേ നേരമായി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നല്ല ചിക്കൻ കറിയാണ്, നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാത്ത ചിക്കൻ കറിയാണ് കേട്ടോ. അതല്ലേ നമ്മുടെ ചക്കയുടെയൊക്കെ ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ചക്കയെല്ലാം കൂടെ പാത്രത്തിലെടുക്കാം. നമ്മുടെ കിടുക്കാച്ചി നമ്മുടെ ചക്ക വേവിച്ചതും ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് പിടിക്കാൻ പോവാണ്, ഇത് കഴിക്കാൻ പോവാണ്, വിശന്നിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.